ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ഇഡ്ഡലിക്കും ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ചമ്മന്തിയാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 2 ടീസ്പൂൺ വരെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉഴുന്ന് പരിപ്പിൻ്റെ, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇത് നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാളായിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുവന്നെന്ന് പറയും, ഇവിടെ തന്നെ വന്ന് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഉഴുന്ന് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8-9 എണ്ണത്തോളം ഉണ്ട് ഉണക്കമുളക്, അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 10-12 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി 1-2 കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഉണക്കമുളക് ഒന്ന് ഫ്രൈ ആയതിന് ശേഷമാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ നമ്മുടെ റോസക്കമ്പ് വെട്ടിക്കൊടുക്കുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റോസക്കമ്പ് റോസ തളിർത്ത് പൂവും മുട്ടും ഒക്കെ വന്നിട്ടുണ്ട്. മുട്ടും പൂവും ഒക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 മീഡിയം സൈസിലുള്ള സവോളയാണ്. സവോള കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് ഒരുപാട് ചെറുതാക്കണമെന്നില്ല കട്ട് ചെയ്യുമ്പോൾ. എന്നിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചെറിയ കാര്യം കൊണ്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഞാൻ ഒരുപാടെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് പേരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മാക്സിമം നല്ല കമൻറ്റ്, വലിയ കമൻറ്റ്, ഫുൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് നല്ല കമൻറ്റ് ഇടാനാണ് കേട്ടോ എനിക്കിഷ്ടം. പക്ഷേ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. നമ്മുടെ ദാസേട്ടൻ്റെയൊക്കെ വീഡിയോയ്ക്ക് നല്ല വലിയ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്താ അറിയുമോ, എൻ്റെ കണ്ണിന് ചെറിയൊരു വേദനയുണ്ട്. എൻ്റെ കണ്ണിൻ്റെ സർജറിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൊബൈൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ കുറച്ച് സമയം നോക്കിയിട്ട് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറേ സമയം നോക്കുമ്പോഴത്തേക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും കമൻറ്റുകൾ വളരെ ചെറുതാക്കിയിട്ട് ചുരുങ്ങി പോയിട്ടുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും കണ്ണിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ ഞാൻ പഴയതുപോലുള്ള നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടാം. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ നമ്മുടെ ഈ റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരല്പം വാളംപുളിയാണ്. ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷേ ഇത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. പുളി ചേർക്കാതെയും ഞാനിത് അരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. നമുക്ക് ഇത് അരച്ചിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആകണ്ട. നമ്മുടെ ഈ സവോളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി നല്ലൊരു സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ ഈ പുളി ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ആ പച്ച ഒരു മണമൊക്കെ ഒന്ന് മാറി വന്നോട്ടെ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 2 ഇതൾ മാത്രം കറിവേപ്പില ഒരുപാട് ചേർക്കണ്ട. ചേർത്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു കയ്പ്പ് അല്ലെങ്കിൽ കറിവേപ്പിലയുടെ ഒരു ടേസ്റ്റൊക്കെ കൂടുതലായിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വഴറ്റി അരയ്ക്കുമ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. 2 ഇതൾ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ ഉണക്കമുളകൊന്നും ഒട്ടും കരിഞ്ഞു പോവില്ല കേട്ടോ. നമ്മൾ സവോളയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒന്നുകൂടെ മുളക് ഇതിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആകുകയുള്ളൂ, ഒട്ടും കരിഞ്ഞു പോവില്ല. അപ്പോൾ അതേ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ചമ്മന്തിക്കുള്ള കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നല്ലവണ്ണം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. പിന്നെ കുറച്ച് വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. മിക്സി ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരയാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, തിളപ്പിച്ച് ആറിയ വെള്ളം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതും വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇനി ആവശ്യത്തിന് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടോ, ഞാൻ കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്നിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവില്ല, അരയാനായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ
ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്വല്പം വെള്ളം കൂടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഇവിടെ ഇത് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകദേശം പേസ്റ്റ് പോലെ തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ലെങ്കിലും ഏകദേശം പേസ്റ്റ് എന്ന് വേണം നമുക്ക് പറയാം. പിന്നെ ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് അതേ പാനാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒറ്റ പാനിൽ നമ്മുടെ ജോലികളൊക്കെ തീരുമല്ലോ. എല്ലാ പാത്രങ്ങളും ഒരുപാട് പാത്രങ്ങൾ എടുത്തിട്ടാൽ ഇതൊക്കെ നമ്മൾ കഴുകണ്ടേ. അതുകൊണ്ട് ഈ ഒരൊറ്റ പാനിൽ തന്നെ ഇതുകൂടെ താളിപ്പും കൂടെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ പാനിൽ തന്നെ ഞാൻ ഒരു 3/4 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുത്തു. അപ്പോൾ കടുക് പൊട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, കാരണം ഓയിൽ കുറവാണല്ലോ. പിന്നെ നമ്മുടെ ഈ പാനെന്ന് പറഞ്ഞ നല്ല വട്ടമാണ്. കുഴിഞ്ഞ പാനാണെങ്കിൽ കുറച്ച് ഓയിൽ മതിയായിരുന്നു. ഇതിവിടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. 2 ചെറിയ വറ്റൽമുളകാണ് ഞാൻ എടുത്തത്. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമുക്ക് വേണമെങ്കിൽ കടുക് ചേർത്ത സമയത്ത് ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, ഇത് രണ്ടും ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ല. പക്ഷേ ഈ ചട്നി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് രണ്ടും ഒഴിവാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തതാവുന്നു ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ചട്നിയിലേക്കാണ് ഒഴിക്കുന്നത്. തിരിച്ച് ചട്നി ഈ പാനിലേക്ക് ഒഴിക്കുന്നില്ല കേട്ടോ. എനിക്കതത്ര ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഞാൻ പാനിലേക്ക് ഒഴിക്കുന്നില്ല. പാനിൽ നിന്ന് നമ്മുടെ വറവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്നി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ഒന്ന് മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും കമൻറ്റ് ഇടാനായിട്ട് വിട്ടു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയ സമയത്ത് ഫ്രിഡ്ജിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചാണ് കേട്ടോ. അത് മുട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് മാത്രമേ വാങ്ങുള്ളായിരുന്നു. പേപ്പറിൽ തന്നെ വെച്ചു. കാരണം എടുത്ത് വെക്കാനായിട്ട് ഇപ്പം ശരിയാകും എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഫ്രിഡ്ജ് ശരിയാകാൻ വേണ്ടിയിട്ട് സമയമെടുത്തു. ഇതേണ്ട ആൾ വന്നിട്ട് ഇത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഗ്യാസ് ലീക്കായിരുന്നു, കണ്ടൻസറിനായിരുന്നു അത്. ഗ്യാസ് ലീക്ക് അത് റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല, ഇനി വേണം ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ റോസയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. റോസയുടെ കമ്പ് ഞാനൊന്ന് കോതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ലവണ്ണം മുട്ടും വന്ന് പൂവും ഒക്കെ വന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ റെസിപ്പിയും ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റിലൂടെ